നട്ടപ്പാതിരാത്രി ഞാനും അമ്മയോട്ടിന് ഒരു തീരുമാനമെടുത്തു. നാളെ നമുക്ക് കണ്ണൂർ ക്യാൻറ്റീനിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചാലോ. അങ്ങനെ രാവിലെ എണീച്ച് കൂളിംഗ് ഗ്ലാസ് ഇട്ട് ലിപ്സ്റ്റിക്കും ഐലൈനർ ഇട്ട് ഞാനും അമ്മയും കൂടി ഇറങ്ങിയപ്പോഴോ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഇന്ന് രാവിലെ അച്ഛൻ വണ്ടി സ്റ്റാർട്ടാക്കി വെച്ചത് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനം പൊന്തിച്ച് നോക്കി ആടെയിടയിൽ തൊട്ട് വെക്കണം. അന്നേരത്തെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നതാണ് പ്രകൃതി സത്യം. അങ്ങനെ ഞാനും അമലോട്ടിനും കൂടി അമ്മയിലും കൂടി അതിലുള്ള എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടോയെന്ന് നോക്കി. നമുക്കൊന്നും മനസ്സിലായില്ല, നമുക്കിതിനെ പറ്റി അറിയായിട്ടൊന്നുമല്ല, ഇതിനെന്തോ പ്രശ്നം ഇല്ല നമുക്ക് മനസ്സിലായത്. എന്നിട്ട് നമ്മൾ കുറേ സമയം നോക്കി, പക്ഷേ വർക്കായില്ല. ഈ സാധനത്തിന് എന്തോ കംപ്ലയിൻ്റായി. നമ്മൾ എത്ര പണിപ്പെട്ടിട്ടും ഈ സാധനം സെറ്റായിട്ടില്ല ഗൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഡിസൈഡ് ചെയ്തു ചിക്കൂട്ടിൻ്റെ ഫോൺ വിളിച്ചു. ചിക്കൂട്ടിൻ്റെ വണ്ടി മേടിച്ചു. അങ്ങനെ ചിക്കൂട്ടിൻ്റെ വണ്ടിയിൽ നമ്മൾ എന്ത് ചെയ്തു, കണ്ണൂർ പോയി. അമ്മാല സുന്ദരി കുട്ടപ്പയെ മുമ്പിൽ കയറി ഇറങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ വിജനതയിലുള്ള റോഡിലൂടെ നമ്മൾ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. എന്നാലും സാരമില്ല, നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ ക്യാൻറ്റീൻ ഇന്ന് ലീവാണ്. വണ്ടി സ്റ്റാർട്ടാകത്തേ തോന്നി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. പക്ഷേ നമ്മളത് മൈൻഡാക്കാണ്ട് പോയതാണ്. എന്നാലും കണ്ണൂർ വരെ എത്തിയിട്ട് നമുക്ക് നേരെ പുലരി പോയിട്ട് ഫുഡ് അടിക്കാമെന്ന് വെച്ചാൽ. പുലരി അടിപൊളി ഹോട്ടലാട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടം. ഈ പുലരി പോയിട്ട് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ എത്ര സമയം കാത്തിരുന്നു എന്നറിയോ. അതായത് കുറേ സമയം കാത്തിരുന്നു. വിശന്നിട്ട് പണ്ടാരടങ്ങി കിണ്ടി പോലെ ഇരിക്കുന്ന അവസ്ഥയാണിത്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ നമ്മൾ പുലരിയിലെത്തി. ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. ഞാനും അമ്മയോട്ടിനും മീലാണ് ഓർഡർ ചെയ്ത്. അമ്മ എന്ത് ചെയ്തു, ചട്ടിച്ചോറ്. അപ്പോൾ അമ്മേൻ്റെ ഇലയൊക്കെ മാറ്റി ചട്ടിച്ചോറിൻ്റെ സാധനം വന്നു. കാര്യം നമുക്ക് കുറച്ച് വിചിന്നമായ സാധനം കിട്ടിയത്. ഫുഡ് കിട്ടില്ല, അമ്മ തുടങ്ങിയില്ല അടിക്കാൻ. നല്ല അടിച്ചും വീശി. നമുക്ക് ഭയങ്കര ഇഷ്ടം ചട്ടിച്ചോറ്. എവിടെ പോയി കഴിഞ്ഞാൽ ചട്ടിച്ചോറ് എന്ന് പറയും. അങ്ങനെ അമ്മയോട്ട് ഞാനും കൂടി മീൽസ്. പണ്ടെല്ലാം ബിരിയാണി ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ പ്രായമായിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മളിപ്പോൾ സാധാരണ ചോറ് ഓർഡർ ചെയ്യില്ല. അങ്ങനെ നല്ലോണം സാമ്പാറും മീനും എല്ലാം കൂട്ടി കല്ലുമ്മക്കായ് ഫ്രൈ എല്ലാം കൂട്ടി നല്ലോണം അങ്ങ് അടിച്ച് വീശുന്ന തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് അമ്മേൻ്റെ പ്ലേറ്റിലേക്ക് ജസ്റ്റ് എന്തെങ്കിലും എടുക്കാൻ നോക്കിയപ്പോഴോ അമ്മേൻ്റെ പ്ലേറ്റ് കാലി. അമലോട്ടം പറയുന്നറിയാവോ, ജോസിനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം തരാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി, പക്ഷെ ഇത് പണിയായിപ്പോയി എന്നുള്ളൊരു എക്സ്പ്രഷനാണ് അമലോട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അമലോട്ടിന് ഭയങ്കര സന്തോഷമായി തോന്നുന്നു. അമ്മ ചോറിൽ തിന്നിട്ട് അമലോട്ടിനെ സാറ്റിസ്ഫൈഡായി. അങ്ങനെ കുറച്ച് പച്ചവെള്ളവും കുടിച്ച് നമ്മളെന്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറ് കയറിയപ്പോഴതാ ഭർത്താവിൻ്റെ ഫോൺ. ഇവർ തമ്മിൽ അങ്ങനെ കേട്ടോ, ഏടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഭർത്താപ്പോട് വീഡിയോ കോൾ ചെയ്ത് ഇവരെ ഒലക്കേരെ പ്രേമം കാണും. പ്രേമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്, 10 വയസ്സായില്ല ഇവർക്ക്, പ്രേമയിലൊന്ന് കുറച്ചുകൂടെ. അങ്ങനെ അമ്മയും അച്ഛനും പ്രേമിച്ച് ഉണ്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച് സ്റ്റുഡിയോ പോയി എന്തെങ്കിലും മേടിക്കാന്ന്. സ്റ്റുഡിയോയിൽ അത്യാവശ്യം കളക്ഷനെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പറ്റിയതില്ല. കാരണം നമ്മുടെ ശരീരത്തിനും കൂടി ചേരുന്നത് വേണ്ടേ. സ്റ്റുഡിയോയിൽ കുറച്ച് ഫാഷനബിൾ ഡ്രസ്സാണ്, അത് നമുക്ക് ചേരാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, ഒരു ജീൻസ് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ജീൻസൊക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഫാമിലി പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അതിന് ശേഷം തിരിച്ച് വരുന്ന സമയത്ത് അരിക്കൊമ്പയിൽ പോയി പിണറായില്ല കേട്ടോ. അരിക്കൊമ്പയിൽ പോയി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാനും അമ്മയോട്ടിനും കൂടി മത്സരം വെച്ച്. ഈ പുഴയിൽ കല്ലെറിഞ്ഞിട്ട് ആരാ ഏറ്റവും കൂടുതൽ ദൂരെ എറിയാം. അമ്മയോട്ട് എറിഞ്ഞ് അതിന് ശേഷം പിന്നെ ഞാൻ അറിയേണ്ടതാണ്. ഞാൻ എറിഞ്ഞിട്ട് നോക്കും ഫ്ലോപ്പായി ഗൈസ്. അടുത്ത് തന്നെ വന്ന് വീണ്. അമ്മയോട്ടിൻ്റെ അത്ര എനിക്ക് എത്താൻ പറ്റിയില്ല. അമ്മ എറിഞ്ഞപ്പോഴോ അമ്മ അതിൻ്റെ തൊട്ടടുത്ത് പോലും എത്തിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ കുറേ സമയം പിണറായിലെ ആ പുഴ സൈഡിലെ കാറ്റൊക്കെ ആസ്വദിച്ച ശേഷം കരിക്ക് ഷോപ്പ് പോയി അമ്മ ഇതാ അച്ഛനും ഞമ്മക്കും വേണ്ടിയിട്ടുള്ള കരിക്ക് കൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ പൈസ ചിലവാക്കാത്തതുകൊണ്ട് അമ്മ എനിക്ക് കരിക്ക് തന്നില്ല. ഒരു കണ്ണിച്ചൊരാന്ന സാധനം ഈ സ്ത്രീക്കില്ല. ഈ സ്ത്രീ എനിക്ക് തരാണ്ട് കരിക്ക് കൊടുത്തതായിരിക്കും ആ സ്വന്തം മകന്. അല്ലെങ്കിലും ഇത് അങ്ങനെ തന്നെയാണല്ലോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, കിണവക്കയിൽ നിന്ന് മീനും മേടിച്ച് നമ്മൾ വീട്ടിൽ പോയി നമ്മളെ വണ്ടീൻ്റെ കംപ്ലയിൻ്റ് എന്താ നോക്കി. അങ്ങനെ അച്ഛൻ എന്തെല്ലോ ഇട്ടും തപ്പിയും നോക്കി. പിന്നെ എന്തോ ഒരു സാധനം വെച്ചിട്ട് അവരെന്തെല്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ ടേംസാണ് ഒരു പറഞ്ഞതിന് എന്തോ മറന്നുപോയി. അന്നേരത്തെ ചിക്കൂട്ടൻ ചക്കരയെല്ലാം വന്ന് അതിൽ കുറേ ചൂടുവെള്ളം ഒഴിച്ച് ആദ്യം, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച്. അതിന് ശേഷം എന്ത് ചെയ്ത് അച്ഛൻ്റെ വണ്ടിയിൽ നിന്ന് ഇപ്പുറത്തെ ബാറ്ററിയിലേക്ക് എന്തോ ചെയ്ത്. അന്ന് ജമ്പറെന്നാണ് തോന്നുന്നു. വണ്ടി അച്ഛൻ്റെ ജീപ്പ് സ്റ്റാർട്ടാക്കി ജമ്പർ ചെയ്തിട്ടൊന്നും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അത് വർക്കായില്ല. അങ്ങനെ നമ്മൾ ഇന്ന് ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു. ശോകം ഡേ. കാരണം വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് ഒരു നല്ലതും ഉണ്ടായില്ല. എനിക്കൊരു ജീൻസ് മേടിക്കാൻ പറ്റി. അങ്ങനെ ജീൻസ് മേടിച്ചിട്ട് നമ്മൾ വരേണ്ടി വന്നു. അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളത്തെ ചുറ്റിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന്
വണ്ടി പോയതിന് ശേഷം നമ്മൾ ഭയങ്കര സങ്കടമായി. കാരണം അമലോട്ടിന് ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ച വണ്ടിയല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ലൊരു വ്ളോഗുമായി കാണാം.